നമസ്കാരം. വളരെ മനോഹരമായ അർത്ഥമുള്ള ചില വാക്കുകളുണ്ട്, ചില ആശയങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അവയുടെ യഥാർത്ഥ നല്ല അർത്ഥത്തിൽ നിന്ന് മാറി വേറെ പല രീതിയിലേക്കും ഡൈഗ്രസ് ചെയ്ത് പോവാറുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. രാജ്യസ്നേഹം, മതേതരത്വം, മാനവികത, നവോത്ഥാനം, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഇവയൊക്കെ നല്ല ആശയങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഇവ വേറെ പലതിനെയും റെപ്രസെൻ്റ് ചെയ്യാനോ മാറിയിട്ടോ തെറ്റായ രീതിയിലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാക്കിനെക്കുറിച്ചും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഒരിക്കലും ഇതിനെക്കുറിച്ച് മുഴുവനായിട്ടൊരു ചെറിയ വീഡിയോയിൽ പറയാൻ കഴിയില്ല. കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പുരോഗമനം എന്നുള്ളതാണ് ആ വാക്ക്. ആദ്യമായിട്ട് പറയട്ടെ, പുരോഗമനം എന്നുള്ളത് ഒരു നല്ല വാക്കും നല്ല കൺസെപ്റ്റുമാണ്. തീർച്ചയായിട്ടും ഒരു ചിന്ത എന്ന നിലയിലും ഒരു ആശയം എന്ന നിലയിലും തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ് പുരോഗമനം, അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പുരോഗമനം എന്നുള്ളതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തല്ല പുരോഗമനം എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഡിനൈങ് വൺസ് ഓൺ റൂട്ട്സ്, ഹൈപ്പർ ഇൻഡിവിജ്വലിസം. ഇതല്ല പുരോഗമനം. ഹൈപ്പർ ഇൻഡിവിജ്വലിസം എന്നത് നമുക്ക് പലയിടത്തായിട്ട് കാണുന്നൊരു ഫീച്ചറാണ്. ഞാൻ ഒട്ടും വ്യക്തിപരമായിട്ട് യോജിക്കാത്തൊരു കാര്യമാണിത്. ഇൻഡിവിജ്വാലിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വേണം. ഹൈപ്പർ ഇൻഡിവിജ്വാലിറ്റി എന്നുള്ളതാണ് കുറച്ചുകൂടി നല്ല വാക്ക്. നമുക്കെല്ലാം നമ്മുടെ ജീവിതമാണ്, നമുക്ക് അവകാശങ്ങളുണ്ട്, നമുക്ക് തീരുമാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആരുടെയും നമ്മുടെ ഡിസിഷൻസും നമ്മുടെ ആക്ഷൻസും ആരിലും ഒന്നിലും ഉണ്ടാക്കുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഒരു കാര്യത്തിലും ആരുടെയും ഒരഭിപ്രായമോ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നിനെക്കുറിച്ചും ഒട്ടും നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ ഒരു പരിധി കവിഞ്ഞ് പോകുമ്പോൾ അത് ഹൈപ്പർ ഇൻഡിവിജ്വാലിറ്റിയായി മാറുന്നു. നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ഒരുപാട് വ്യക്തികളാണെങ്കിലും പ്രകൃതിയുള്ള കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ സഹായത്തോടും കൂടിയാണ്. അപ്പോൾ നമുക്ക് ചില സമയത്തെങ്കിലും അവയെ പരിഗണിക്കാതിരിക്കാൻ കഴിയുകയില്ല. അവയെ മാത്രം പരിഗണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കണ്ട എന്നുമല്ല. പക്ഷെ നമ്മൾ വേരുകളുള്ളവരാണ്. നമ്മൾ വേരുകളില്ലാതെ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നവരല്ല, അല്ലേ? മാതാപിതാക്കളുടെ കാര്യമെടുത്താലും സമൂഹത്തിൻ്റെ കാര്യമെടുത്താലും ഗുരുക്കന്മാരുടെ കാര്യം എടുത്താലും ഒരുപാട് രീതിയിൽ ഇത് പറയാം. അപ്പോൾ നമ്മുടെ എല്ലാം വേരുകളെ നിഷേധിക്കുന്ന, വേരുകളില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഹൈപ്പർ ഇൻഡിവിജ്വാലിറ്റി ഒരിക്കലും പുരോഗമനമല്ല. അതല്ല പുരോഗമനം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സത്യം. ഞാൻ കാണുന്നതും കേൾക്കുന്നതും, അങ്ങനെ എൻ്റെ സെൻസസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമേ സത്യമുള്ളൂ. ആ ചിന്ത, അതായത് അതിഭൗതികത, അതും പുരോഗമനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പലപ്പോഴും പറഞ്ഞു കാണാറുണ്ട്. ഒരിക്കലുമല്ല. സ്പിരിച്വാലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. വെറുതെ നോക്കിയാൽ പോലും നമുക്ക് കുറേ വർഷങ്ങൾ മുമ്പ് നോക്കിയാൽ നമുക്ക് പല കാര്യങ്ങളും അറിയുമായിരുന്നില്ല. നമുക്ക് ഈ സെൻസസിന് ഫീൽ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമുക്ക് നേരിട്ട് നമ്മുടെ സെൻസസ് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഗ്രാവിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷേ വേറെ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അറിയാത്തതും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങളിലും ചിലപ്പോൾ ചില സമയത്തെങ്കിലും സത്യമാകാം. അതായത് നമുക്ക് നേരിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അല്ലെ? നേരിട്ട് കാണുന്നത് ചിലപ്പോൾ സത്യമല്ലാതിരിക്കാം, നേരിട്ട് ഫീൽ ചെയ്യാൻ കഴിയാത്തതും ചില സന്ദർഭങ്ങളിലെങ്കിലും സത്യമാകാം. അങ്ങനെയുള്ള എല്ലാം സത്യമാണ് എന്ന് കണ്ണടച്ച് വിശ്വസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ സെൻസസിന് പെർസീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം സത്യമല്ലാതാകുന്നുവെന്നും അതിൽ വിശ്വസിക്കുന്നവരെല്ലാം മണ്ടന്മാരാകുന്നു എന്നും പിന്തിരിപ്പന്മാരാകുന്നു എന്നുള്ള ചിന്താഗതി, അത് അതിഭൗതികതയിൽ നിന്ന് വരുന്നതാണ്. അതിഭൗതികതയല്ല പുരോഗമനം. ഭൗതികതാവാദമായിക്കോട്ടെ, ഒരു ആശയം എന്ന നിലയിൽ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ അത് മാത്രമാണ് പുരോഗമനം എന്ന് പറയുന്നതിനോടാണ് യോജിപ്പില്ലാത്തത്. പിന്നെ ഡ്രസ്സ്, ഫുഡ് തുടങ്ങിയ കാര്യങ്ങൾ, ഒരാൾ ഏത് വേഷം ധരിക്കുന്നു, എന്തു ഭക്ഷണം കഴിക്കുന്നു, ഇതിലൊക്കെ പുരോഗമനം ഉണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരെണ്ണം കൂടുതൽ ശ്രേഷ്ഠമായിട്ടോ ഒരെണ്ണം കൂടുതൽ മോശമായിട്ടോ കരുതേണ്ടതില്ല. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കേസിൽ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചവർ പിന്തിരിപ്പന്മാരല്ല. അത് അവരുടെ ചോയ്സാണ്. ആസ് ലോങ് ആസ് ദർ ഇസ് നോ സോഷ്യൽ പ്രഷർ ആൻഡ് ആസ് ലോങ് ആസ് വി ആർ നോട്ട് കമ്പലിങ് എനിബഡി, അത് അവരുടെ ചോയ്സാണ്. മോഡേൺ ഡ്രസ്സ് ധരിക്കേണ്ടവർക്ക് അത് ധരിക്കാം, അല്ലാതെ സാധാ ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്നവർക്ക് അത് ധരിക്കാം. ഭക്ഷണം, വെജിറ്റേറിയനിസം, നോൺ വെജിറ്റേറിയനിസം, ഏത് ടൈപ്പ് ഫുഡും ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ, അല്ലേ? ഭക്ഷണത്തിൻ്റെ പേരിലൊന്നും ഒരു തരത്തിൽ വിവേചനമോ പുരോഗമനമോ രാജ്യസ്നേഹമോ ഒന്നും അളക്കപ്പെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. ബാക്കിയുള്ളവർ ഉപദ്രവിക്കാത്തിടത്തോളം അവനവന് വേണ്ടത് അവനോ ധരിക്കട്ടെ, അവനോ കഴിക്കട്ടെ, അത്രയല്ലേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ഇതൊന്നുമല്ല പുരോഗമനത്തിൻ്റെ അളവുകോൽ, അല്ലേ? അപ്പോൾ പിന്നെ അത് കുടുംബപരമായ കാര്യങ്ങൾ, മാരിയിങ്, ഫാമിലി, മദർഹുഡ്, ഹാവിങ് ബീൻ ഡൈവോഴ്സ്, സിംഗിൾ, ഒറ്റയ്ക്ക് താമസിക്കുന്നോ കുടുംബമായിട്ട് താമസിക്കുന്നോ, കുട്ടികളുണ്ടോ,
ഇതൊന്നുമല്ല പുരോഗമനത്തിൻ്റെ അളവുകോൽ. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അല്ലേ. അതിൽ കമ്പൽഷൻസോ അതിനുള്ളിൽ തന്നെ എന്താ പറയുക നീതികേടുകളോ പീഡനങ്ങളോ അങ്ങനത്തെ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർക്കണം. അതൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഇതൊന്നും ഉള്ളത് കൊണ്ട് ഒരാളും മോശമാകുന്നില്ല. കുടുംബമായിട്ട് താമസിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു പിന്തിരിപ്പനോ പുരോഗമനത്തിനെതിരുള്ള ആളാകുന്നില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നുള്ളത് കൊണ്ടോ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടോ സ്വന്തമായി എന്താ പറയുക ഡൈവോഴ്സ്ഡ് ആയിരിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ പുരോഗമന ചിന്താഗതിയുള്ള ആളാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് ആലോചിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ ചില കൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചില പ്രത്യേക രീതിയിലുള്ള ആളുകളെ കാണുമ്പോൾ ഇവർ വളരെ പുരോഗമന ചിന്താഗതിയുള്ളവരാണെന്ന് എന്ന് വിചാരിക്കുന്ന തെറ്റാണ്. നേരെ തിരിച്ച് ഇവർ മോശപ്പെട്ടവരാണ് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അത് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം. വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ അത് ചെയ്തോട്ടെ. ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നവർ ജീവിച്ചോട്ടെ. പിരിയുന്നവർ പിരിയട്ടെ. അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ്. സാഹചര്യങ്ങൾ മാറ്റപ്പെടും. ഇതൊന്നും പുരോഗമനത്തിൻ്റെ ഒരു അളവുകോലൊന്നും ആയിട്ട് എടുക്കാൻ കഴിയില്ല. ഇവിടെ ഇന്ന് നമ്മൾ ആവശ്യമില്ലാത്ത ഓവർ ജനറലൈസേഷൻസിന് പോകരുത് എന്നുള്ളതാണ്. ഇതെടുത്ത് പറയാൻ കാരണം പലപ്പോഴും ചില എഴുത്തുകളിലും പ്രസംഗങ്ങളിലും എല്ലാം ചില വിഭാഗത്തിലുള്ളവരെ അടച്ചാക്ഷേപിച്ച് ഇവരൊക്കെ പിന്തിരിപ്പന്മാരാണ് എന്ന് പറയുന്ന ഒരു രീതി കാണുന്നുണ്ട് അല്ലേ. ഇനി മാരേജിൽ തന്നെയാണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളതൊരു പിന്തിരിപ്പൻ രീതിയാണ്. ലവ് മാരേജ് ഒരു പുരോഗമന രീതിയാണ്. രണ്ടിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഇവിടെയൊക്കെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം മാനിക്കുക എന്നുള്ള കാര്യമാണ് പ്രധാനം അല്ലെ. നീതി ഉറപ്പാക്കുക എന്നുള്ളത്. അല്ലാതെ ഒരു കാര്യം മുഴുവൻ തെറ്റ്, ഒരു കാര്യം മുഴുവൻ പിന്തിരിപ്പൻ, ഒരു കാര്യം മുഴുവൻ ശരി എന്നുള്ളതൊക്കെ വളരെ ഓവർ സിംപ്ലിഫൈഡ് ഓവർ ജനറലൈസേഷൻ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിൽ പലരും അറിഞ്ഞും അറിയാതെയും ഇത്തരത്തിലുള്ള ഓവർ സിംപ്ലിഫൈഡ് ഓവർ ജനറലൈസേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കുറച്ചുകൂടി സെൻസിറ്റീവായി കോൺഷ്യസ് ആയി നമ്മളെ തന്നെയും നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെയും മീഡിയയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള രണ്ട് വശത്തേക്കുമുള്ള ഇത്തരത്തിലുള്ള തെറ്റുകൾ കാണാൻ കഴിയും അല്ലേ. പിന്നെ അടുത്തത് ബീങ് എൻ ഏത്തിസ്റ്റ്. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പുരോഗമനത്തിൻ്റെ അളവുകോൽ. ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഒരാൾ പുരോഗമന ചിന്താഗതിക്കാരനാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇത് വളരെ കോമൺ ഒരു മിസ്കൺസെപ്ഷനാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ദൈവം എന്ന് പറയുമ്പോൾ പുരാണങ്ങളിലെ കഥകളോ അതല്ല ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ സ്പിരിച്വാലിറ്റിയാണ്. ആ ഐഡിയാസിനെ കൺവേ ചെയ്യാൻ കഥകളും പല രൂപകങ്ങളും ഉണ്ട്. അതിനെ അതേപടി നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കോർ സ്പിരിച്വാലിറ്റി അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരാൾ പിന്തിരിപ്പനാകുന്നില്ല, വിശ്വസിക്കാത്തതുകൊണ്ട് പുരോഗമനവാദിയുമാകുന്നില്ല. അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാനും ഡിസ്പ്രൂവ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ എന്തിനാണ് ആളുകളെ തരംതിരിക്കാൻ പോകുന്നത്? അവനവന് വേണ്ടത് അവനവൻ്റെ ലോജിക്കിന് അപ്പീലിംഗ് ആയിട്ടുള്ളത് വിശ്വസിച്ചോട്ടെ. ലോജിക്കിനും അതീതമായിട്ട് ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ, ചിന്തിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തോട്ടെ അല്ലേ. അങ്ങനെ ബീങ് എ ലെഫ്റ്റിസ്റ്റ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്താഗതി ഉള്ളത് കൊണ്ട് ഒരാൾ സ്വാഭാവികമായിട്ട് പുരോഗമനവാദിയാകും എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ഏത് പക്ഷമാണെന്നുള്ളത് രാഷ്ട്രീയപരമായ ചിന്താപരമായ തീരുമാനങ്ങളാണ്. അവയിൽ പലതിലും മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്, ഓപ്പൺ തിങ്സ് ഉണ്ട്. പക്ഷെ ഒരു പക്ഷത്തിലായതുകൊണ്ട് മാത്രം ഒരാൾ പുരോഗമനവാദി ഒന്നും ആവുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ പറയട്ടെ. ഇടത്ത് എന്ന പേര് ചേർത്താൽ പുരോഗമനമായി എന്നുള്ള ചിന്തയോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ കാര്യങ്ങളിലും ഉണ്ടോ. ഇപ്പോൾ വലതുപക്ഷത്തായുള്ളതുകൊണ്ട് ഒരാൾ കൂടുതൽ രാജ്യസ്നേഹിയാകും എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമുക്ക് അളക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ഇതിൽ പലതും. പുരോഗമനവും രാജ്യസ്നേഹവും നമുക്ക് മീറ്റർ വെച്ച് അളക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അല്ലേ. പിന്നെ ബീങ് പൂർ ഓർ റിച്ച്, പൈസ കുറവുള്ളതോ കൂടുതലുള്ള ആളാവുന്നത് അതൊന്നും പുരോഗമനത്തിൻ്റെയോ എന്തോ മെറിറ്റിൻ്റെയോ ഒരു ഇൻഡിക്കേറ്റർ അല്ല അല്ലേ. പിന്നെ നോട്ട് ബിലീവിങ് ഇൻ സിസ്റ്റംസ്, റിവോൾട്ടിങ് അഗെയിൻസ്റ്റ് എവറിത്തിങ്. സിസ്റ്റത്തിൽ ഒട്ടും വിശ്വസിക്കാതിരിക്കുകയും എല്ലാത്തിനെതിരെയും റിവോൾട്ട് നടത്തുകയും ചെയ്യുന്നതാണ് പുരോഗമനം, വിപ്ലവം എന്നുള്ള ചിന്താഗതിയോടും യോജിപ്പില്ല. സിസ്റ്റംസിൽ നല്ല ഭാഗങ്ങളുണ്ട്, ചീത്ത ഭാഗങ്ങളുണ്ട്. നല്ല ഭാഗങ്ങളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ നല്ലതല്ലാത്തതും കാലക്രമേണ മാറ്റം വരേണ്ടതുമായ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുക തന്നെ വേണം തീർച്ചയായിട്ടും. പക്ഷേ എല്ലാതരം സിസ്റ്റംസിനെയും നമ്മുടെ സന്ദേശത്തിലെ ശങ്കരാടി പറയുന്ന പോലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റ്സിനെയും എല്ലാ സിസ്റ്റത്തെയും അടച്ചെതിർക്കുന്നതാണ് പുരോഗമനം. അതാണ് വിപ്ലവം എന്നുള്ള ചിന്താഗതിയോട് യോജിപ്പില്ല. മാറേണ്ടത് മാറണം. ഏതാണ് മാറേണ്ടത്, ഏതാണ് നിലനിൽക്കേണ്ടത് എന്ന് തിരിച്ചറിയാനും ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള സെൻസിറ്റിവിറ്റിയും ഡിസ്ക്രിഷണറി പവറും ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഓൾ തിങ്സ് ടു ചേഞ്ച് എന്നുള്ളത്, എല്ലാം എപ്പോഴും മാറ്റപ്പെടണം എന്നുള്ളത് പുരോഗമനത്തിൻ്റെ ഒരു അളവുപോലെയായിട്ട് തോന്നുന്നില്ല. മാറേണ്ടത് മാറേണ്ടപ്പോൾ മാറേണ്ടതുപോലെ മാറണം. അത് തനിയെ മാറാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷേ എന്തിനൊരു കാര്യം മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. മാറ്റാൻ വേണ്ടി മാറ്റിയിട്ട് കാര്യമില്ല. തുടരാൻ വേണ്ടി തുടരുന്നതിലും ചില സമയത്ത് അർത്ഥമില്ല. അത് കാലത്തിനും വേറെ നൈതികതയ്ക്കും പല അളവുകോലെ വെച്ച് നമ്മൾ നോക്കേണ്ടതാണ്. ഇതാണ് കുറച്ച് കാര്യങ്ങൾ പുരോഗമനത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നോട്ട് ടു ഹെയ്റ്റ് എന്നുള്ള വീഡിയോ കൊണ്ടൊന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, പുരോഗമനത്തിൻ്റെ പേരിലും പലപ്പോഴും നമുക്ക് ഗിൽട്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. അതിന് നമ്മൾ വശംബദ്ധരാകേണ്ട കാര്യമില്ല. ഇനി എന്താണ് പുരോഗമനം? അതൊരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറയാം. വൈവിധ്യങ്ങളെ അംഗീകരിക്കുക, വൈരുദ്ധ്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക, സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുക, അതിരുകളെ റെസ്പെക്ടിങ് ബൗണ്ടറീസ്, അതിരുകളെ മാനിക്കുക. ഇത് പുരോഗമനത്തിൻ്റെ ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ, എനിക്ക് അറിയാത്ത കാര്യങ്ങളിൽ അറിയില്ല എന്ന് പറയാനുള്ള സത്യസന്ധത പുരോഗമനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡൈനാമിക് സ്റ്റെബിലിറ്റിയിൽ വിശ്വസിക്കുക.
മാറേണ്ട കാര്യങ്ങളെ മാറേണ്ട പോലെ മാറാൻ തീരുമാനിക്കുന്നതിനാണ് ഡൈനാമിക് സ്റ്റെബിലിറ്റി എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എവ്ലിൻ പിയാട്രിസ് ഹോൾ പറഞ്ഞൊരു കാര്യം എപ്പോഴും ഓർക്കണം. ഐ മേ നോട്ട് അഗ്രി ടു എ സിംഗിൾ തിങ് ദാറ്റ് യു ടെൽ, ബട്ട് ഐ വിൽ ഫൈറ്റ് ടിൽ ഡെത്ത് ടു പ്രൊട്ടക്ട് യുവർ റൈറ്റ് ടു സേ സോ. നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തോടും ഞാൻ യോജിക്കില്ലായിരിക്കാം, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ വളരെയധികം പോരാടും എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ബാക്കിയുള്ളവന് കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുക, അതിനോട് വിയോജിപ്പുണ്ടെങ്കിലും അത് പറയാൻ അവന് അവകാശമുണ്ട്, അവൻ അല്ലെങ്കിൽ അവൾക്ക് അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ വർഗ്ഗശത്രു എന്ന കൺസെപ്റ്റ് ഇല്ലാതിരിക്കുന്നത് പുരോഗമനത്തിൻ്റെ ലക്ഷണം എനിക്ക് തോന്നുന്നു. ഒരു വിഭാഗത്തെ മുഴുവൻ ശത്രുവായി കൂട്ടുന്നത്, അത് രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ജെൻഡറിൻ്റെയോ എന്തിൻ്റെ ബേസിലാണെങ്കിലും മനുഷ്യരെ അങ്ങനെ ഒരു കൂട്ടിലടച്ച് ശത്രുവോ മിത്രവുമായി കാണുന്നത് പുരോഗമനത്തിൻ്റെ ലക്ഷണമല്ല. അപ്പോൾ വർഗ്ഗശത്രു ഇല്ലാതിരിക്കുക. റെസ്പെക്ട് അതേഴ്സ്, അക്നോളജ് അതേഴ്സ്, റെസ്പെക്ട് ആൻഡ് അക്നോളജ് അവർ സെൽസ്, അല്ലേ? നോ കോണ്ടിസെൻഡിങ് ആറ്റിറ്റ്യൂഡ്, ആരെയും വില കുറച്ച് കാണാതിരിക്കുക എന്നുള്ളതും പ്രധാനമാണ്. വില്ലിങ്നെസ് ടു ചേഞ്ച് ഇഫ് കൺവിൻസ്ഡ്, അത് പ്രധാനമാണ്. പിന്നെ ഹ്യൂമാനിസം, മനുഷ്യത്വം, മാനവികത ഇൻ ദ പ്രോപ്പർ സെൻസ്, അത് പുരോഗമനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്നോളജിങ് ഷാഡോസ്, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്വന്തം അവനവൻ്റെയും അവനവൻ്റെ വിചാരിക്കുന്ന ആശയങ്ങളെയും തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുക, തിരുത്താൻ തയ്യാറാവുക. അക്നോളജ് യുവർ ഷാഡോസ്. കോഴ്സ് കറക്ഷൻ വേണ്ടിയെടുത്ത് അത് ചെയ്യാൻ തയ്യാറായിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവസാനം പറയാനുള്ളത്, പുരോഗമനം സ്കെയിൽ വെച്ച് അളക്കാൻ പോകരുത്. അത് അങ്ങനെ ഒബ്ജക്റ്റീവ് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ല. നീതി എന്നൊരു വാക്ക് എപ്പോഴും മനസ്സിലോർക്കുക. നീതിയുടെ അളവുകോൽ വെച്ചിട്ട് നമുക്ക് പുരോഗമനത്തെ വിലയിരുത്താൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നന്നായിരിക്കും, അല്ലേ? പിന്നെ സോഷ്യൽ പ്രഷർ എന്നുള്ള ഫാക്ടറിനെ അക്നോളജ് ചെയ്യണം. പിന്നെ പലരും പല അളവുകളിൽ നിന്നാണ്, പല സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സും അവരുടെ സ്റ്റാൻഡിങ് പോയിന്റ്സും വ്യത്യസ്തമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും പുരോഗമനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കണം. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് അതർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈ പറയുന്ന ഹയർ ആശയങ്ങളിലേക്ക് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ നമുക്കത് കഴിയുന്നതെന്ന് വെച്ചാൽ അന്നന്നത്തെ ബേസിക് ജീവിത കാര്യങ്ങൾക്ക് പോലും സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ദേ മൈ ബി മോർ അഡ്വാൻസ്ഡ് ദാൻ അസ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് വ്യത്യാസമാണ് എല്ലാ ആസ്പെക്ട്സിലും, ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി, സോഷ്യലി, പല തലങ്ങളിൽ നിന്നാണ് ആളുകൾ ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഡിഫറെൻറ്റ് തലങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഓക്കെ, പുരോഗമനത്തിന് എൻ്റെ അളവുപോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾക്ക്, അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പറയുമ്പോഴും ഒന്നിലും നമ്മൾ തീരുമാനമെടുക്കാതെ, എല്ലാം ഇൻഡിവിജ്വൽ വ്യത്യസ്തതകളാവാം. ശരി തെറ്റുകളുടെ കാര്യത്തിൽ പറയുന്നൊരു മിസ്റ്റേക്കാണ്. ഒന്നിനെക്കുറിച്ച് അഭിപ്രായമില്ലാതെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുക്കാം എന്നുള്ള ഒരു അഭിപ്രായമില്ലായ്മയല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അഭിപ്രായം വേണം, പക്ഷേ അഭിപ്രായം രൂപീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളോട് ഓർത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. സോ അടുത്ത തവണ പുരോഗമനം എന്ന് കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കുക, ബ്ലാങ്കറ്റ് ക്ലാസിഫിക്കേഷൻ ഒഴിവാക്കുക. ഓക്കെ, ചിന്തിക്കുക. താങ്ക് യു.